السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد. رب هب لي حكما وألحقني بالصالحين واجعلني لسان صدق في الآخرين واجعلني من ورثة جنة النعيم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يلفظ من قول إلا لديه رقيب عتيد. وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد. ونفخ في الصور ذلك يوم الوعيد. وجاءت كل نفس معها سائق وشهيد. صدق الله العظيم. من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت أو كما قال رسول الله. ഏറ്റവും ആദരണീയരായ ഹസ്രത്ത് ഉസ്താദ് അവർകൾ, മറ്റ് പ്രിയങ്കരായ ഉസ്താദുമാരെ, പ്രിയമുള്ള ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, സാന്നിധ്യം കൊണ്ട് ഈ മജ്‌ലിസിനെ സമ്പന്നമാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നല്ലവരായ രക്ഷകർത്താക്കളെ, ഉമ്മമാരെ, സഹോദരിമാരെ, കുഞ്ഞുമക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ സായം സന്ധ്യയിൽ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ഇണകൾ, മക്കൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സഹായിച്ചവർ മുഴുവൻ മുഅ്മിനീങ്ങളോടുമൊപ്പം പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വലിയ ഒരു പ്രഭാഷണത്തിന്റെ വേദിയല്ല ഇത് എന്നറിയാം. ഇവിടെ ഒരു വലിയ പ്രസംഗം നടത്തുക എന്ന് പറയുന്നത് കോട്ടക്കൽ ആര്യ വൈദ്യശാലയിൽ കുറുന്തോട്ടിയും കൊണ്ടുപോകുന്നത് പോലെ ആയിരിക്കും. എല്ലാവരും പ്രാസംഗികരും പണ്ഡിതരും, അതിലുപരി ഈ വിനീതന് തന്നെ ഈ നിലയിൽ ഇവിടെ നിൽക്കാനുള്ള പ്രാപ്തിയൊക്കെ നേടിത്തന്ന മഹാരഥന്മാരായ ഗുരുവര്യന്മാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇവിടെ എത്തിച്ചേർന്നത് ഈ മജ്‌ലിസിൽ ഒന്ന് പങ്കെടുക്കുവാനും ഇതിന്റെ ബറക്കത്ത് ഒന്ന് നേടിയെടുക്കുവാനും വേണ്ടി മാത്രമാണ്. വിശാലമായ ഒരു പ്രസംഗത്തിന് പ്രസക്തിയുമില്ല, അതിനുള്ള സമയവുമില്ല എന്ന് നമുക്കറിയാം. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ തുടർന്നു വരുന്ന ഒരു ചടങ്ങ് എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ ഒരു സംസാരം നടത്തപ്പെടുന്നത്. ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് വരെയും നമ്മുടെ ഈ മജ്‌ലിസിന്റെ നിറ സാന്നിധ്യമായിരുന്ന, നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയും മരണം വരെയും നമുക്ക് മറക്കാൻ കഴിയാത്ത നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നാം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന, സ്നേഹിക്കുകയും ചെയ്യുന്ന ആദരണീയനായ കുളപ്പുറം ഹസ്രത്ത് അവർകളുടെ ആണ്ടും കൂടിയാണ് ഇന്നത്തെ ദിവസം. മഹാനവർകളുടെ നാട്ടിൽ
ഇന്ന് വലിയ ഒരു അനുസ്മരണ പരിപാടിയൊക്കെ നടത്തപ്പെടുകയുമാണ്. നമ്മുടെ ഇവിടെ നിന്നും നല്ല ഒരു സംഘം ആ മജ്‌ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസം എന്ന് പറയുന്നത് മഹാനുഭാവനെ ഓർമ്മിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസവും കൂടിയാണ്. അള്ളാഹു അവിടുത്തെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ രണ്ട് ലോകത്തും രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെയുള്ള മജ്‌ലിസിന്റെ അല്ലെങ്കിൽ നാം ഓരോരുത്തരും ജീവിതത്തിന്റെ ഈ കുറഞ്ഞ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ സ്വായത്തമാക്കുന്ന നേടിയെടുക്കുന്ന അറിവിന്റെ അപാരമായ അനുഗ്രഹങ്ങളാണ് കൊളപ്പുറം ഉസ്താദിനെ പോലെയുള്ളവർ ഇന്നും സ്മരിക്കപ്പെടുന്നത്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്നും മരണപ്പെട്ട് ചക്രശ്വാസം വലിച്ച് 6 അടി മണ്ണിന്റെ അകത്തളങ്ങളിലേക്ക് നടന്നു പോകുമ്പോഴും മണ്ണിനടിയിലും ഖബറിന്റെ ഉള്ളിലും ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്ന ഒന്നാണ് ഇൽമുൻ യന്തഫിഉ ബിഹി. ഇൽമു എന്ന് പറയുന്നത് മഹാനരായ കൊളപ്പുറം ഹസ്രത്ത് അവർകൾ നമ്മെ വിട്ടു പിരിഞ്ഞിട്ടും ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു എങ്കിൽ നമുക്ക് നൽകിയിട്ട് പോയ, നമുക്ക് തന്നിട്ട് പോയ, ഇവിടെ നമുക്ക് നൽകിയിട്ട് പോയ ആ മഹത്തായ വിജ്ഞാനത്തിന്റെ പ്രതിഫലനമാണ് ഇന്നും ഹസ്രത്ത് അവർകൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ജീവിച്ചിരിക്കുന്നു. ഇതാ മാത്ത ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ സകല അമലുകളും മുറിഞ്ഞു പോകുമില്ല എന്ന് സലാസെന്നാണല്ലോ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിലൊന്ന് ഇൽമാണ്. അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഒരു മനുഷ്യനെ മണ്ണിനടിയിലും ജീവിപ്പിക്കുന്നതാണ്. നാം എല്ലാവരും ഇൽമ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഇൽമിനെ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ഒക്കെയാണ്. തീർച്ചയായിട്ടും ഇതിന്റെ യഥാർത്ഥ ഫലം ഈ ദുനിയാവിനപ്പുറം വൽ-ആഖിറത്തു ഖൈറും വഅബ്ഖാ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പരലോകം നിത്യലോകമാണ്, അനന്തമായ ലോകമാണ്, ഒരിക്കലും നാശമില്ലാത്ത ലോകമാണ്, അവസാനമില്ലാത്ത ലോകമാണ്. അവിടെയാണ് നമുക്ക് ഈ ലോകത്തിനപ്പുറം ഇതിന്റെ ഫലം നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള മജ്‌ലിസുകൾ നമ്മുടെ ആത്മീയമായ പാതയിലേക്ക് നയിക്കാനുള്ള ഒരു വഴിയായിരിക്കണം. എന്നെ ശ്രവിക്കുന്ന എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, സഹോദരിമാർ, ഇതുപോലെയുള്ള ഇൽമിന്റെ മജ്‌ലിസുകളും ഇതുപോലെയുള്ളതായ ഈ മഹത്തായ മജ്‌ലിസുകളൊക്കെയും ആത്മീയമായ പാതയിലേക്ക്, പരലോകത്തിന്റെ വിജയത്തിലേക്ക് നമ്മെ നയിക്കാൻ ഉതകുന്നതായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വിശുദ്ധിയും പടച്ചവനോടുള്ള ഭയവും പേടിയും നമ്മുടെ ഖൽബിൽ തഖ്വയും ഒക്കെ ഉണ്ടാകാൻ ഇതുപോലെയുള്ള മജ്‌ലിസുകൾ കാരണമായി തീരണം. നമ്മുടെ ആഖിറത്ത് നന്നായി തീരാൻ, ശോഭനമായ ഒരു മരണം നമുക്ക് ലഭിക്കാൻ ഈ മജ്‌ലിസുകൾ നമുക്ക് സബബായി തീരണം. നമുക്കറിയാം, ഈ ദുനിയാവിന്റെ ലോകം, ഈ ദുനിയാവിന്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് നശ്വരമാണ്, വളരെ നൈമിഷികമാണ്. നിമിഷങ്ങൾ കൊണ്ടാണ് സകല സ്വപ്നങ്ങളും തകർന്നടിഞ്ഞുകൊണ്ട് മനുഷ്യൻ ആഖിറത്തിലേക്ക് യാത്രയാകുന്നത്. പരലോകത്തിലേക്കുള്ള യാത്ര എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. അടുത്ത നിമിഷം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നോ, ഏത് ഭൂമിയിൽ വെച്ചാണ് മനുഷ്യന്റെ മരണമെന്നോ പറയാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തുമ്പോൾ, ഒരായുസ് മുഴുവൻ സമ്പാദിച്ചു വെച്ചത് 1000 സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും, 1000 സ്വപ്നങ്ങളുടെ ചിറകിലേറിയിട്ട് ഒരായുസ് മുഴുവൻ സമ്പാദിച്ചു വെച്ചത് മുഴുവനും ഒരു രാത്രിയുടെ നിശയുടെ നിശബ്ദതയിൽ പാഞ്ഞൊലിച്ചു വന്ന വെള്ളം ഉരുൾപൊട്ടലിൽ എല്ലാം മലവെള്ളപ്പാച്ചിലിൽ ഉരുകി ഒലിച്ചു പോയിട്ട് സകലതും നഷ്ടപ്പെട്ടു പോയ വയനാടിലെ പാവപ്പെട്ട സഹോദരങ്ങളുടെ അവസ്ഥ ഞാനും നിങ്ങളും ഒക്കെ കണ്ടു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഇതുപോലെയുള്ള മജ്‌ലിസുകൾ എപ്പോഴും ആഖിറത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാകണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിമിഷമാണോ അടുത്ത ലോകമാകുന്ന ഖബറിലേക്ക് നമ്മെ വിളിക്കുന്നത്, ആ സന്ദർഭത്തിൽ സന്തോഷകരമായി പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് റഹ്മത്തിന്റെ മലക്കുകളെ കണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അതിനുള്ള വേദിയായി പോലുള്ള മജ്‌ലിസുകൾ മാറ്റണം. നമുക്കറിയാം, വിശുദ്ധമായ ഖുർആൻ സൂറത്തു ഖാഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഓരോ മനുഷ്യനും ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും രേഖപ്പെടുത്തപ്പെടാതെ കടന്നു പോകുന്നില്ല. നമ്മുടെ ശരീരത്തിൽ തന്നെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന 2 മലക്കുകൾ നമ്മുടെ ഓരോ വാക്കുകളും രേഖപ്പെടുത്തുകയാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ആഖിബത്ത് നന്നാകാൻ നമ്മുടെ ഓരോ വാക്കുകളും വലിയ ഫലം ചെയ്യും. പലപ്പോഴും നമ്മൾ ആലോചനയില്ലാതെ സംസാരിക്കുന്ന ചില വാക്കുകൾ ആഖിബത്ത് പോലും മോശമായി പോകാൻ കാരണമായി പോകാറുണ്ട്. ചില വാക്കുകൾ അപകടകരമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കാറുണ്ട്. ചില വാക്കുകൾക്ക് വലിയ വില നമ്മൾ ജീവിതത്തിൽ നൽകേണ്ടി വരും. ചില വാക്കുകൾ കൊണ്ട് നമ്മുടെ ആഖിറം തന്നെ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെയാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈമാൻ കാര്യങ്ങൾ നമുക്കറിയാം, അതിൽ 2 കാര്യങ്ങളാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞത്, അല്ലാഹുവിലുള്ള വിശ്വാസവും അന്ത്യനാളിലുള്ള വിശ്വാസവും. ഒരു മനുഷ്യനിൽ ഈ 2 വിശ്വാസവും സമ്മേളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യനിൽ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, നാളെ പരലോകമുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ, ആ മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നയിക്കുവാൻ ഈ വിശ്വാസം മാത്രം മതിയാകും. ഇവിടെയാണ് പ്രവാചകൻ പറഞ്ഞത്, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറൻ, നല്ലത് മാത്രം പറഞ്ഞു കൊള്ളട്ടെ. തമാശയ്ക്ക് പോലും ജീവിതത്തിൽ ഒരു കളവ് പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന്റെ നാവ് കൊണ്ടാണ് പറഞ്ഞത്, ഫൽയഖുൽ ഖൈറ, ഖൈർ മാത്രമേ പറയാവൂ. ഇനി നിനക്ക് ഖൈർ പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഔലിയസ്മുത്, മിണ്ടാതിരുന്നു കൊള്ളട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചില വാക്കുകൾ അപകടമാണ്. ചില വാക്കുകൾ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്തും. ദുനിയാവിൽ അതിന് വലിയ വില നൽകേണ്ടി വരും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഹാബിയായ ഒരു മനുഷ്യൻ, പ്രായം ചെന്ന ഒരു മനുഷ്യൻ സുഖമില്ലാതെ കിടന്നപ്പോൾ നബി തങ്ങൾ അവിടെ കാണാൻ പോയി. രോഗസന്ദർശനം പോയി. രോഗസന്ദർശനം വലിയ സുന്നത്താണ്, വലിയ പ്രതിഫലമുള്ള സംഗതിയാണ് രോഗസന്ദർശനം നടത്തുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവാണ് സുഖമില്ലാതെ കിടക്കുന്നവരെ സന്ദർശിക്കാൻ പോവുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു. ഈ പ്രായം ചെന്ന മനുഷ്യനെ സന്ദർശിച്ചു. തലയിൽ കൈവച്ചുകൊണ്ട് പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവിന്റെ രോഗം ശിഫയാകട്ടെ, ലാ ബഅസതുഹു എന്നൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോൾ ഈ മനുഷ്യൻ നബി തങ്ങളോട് തിരിച്ചൊരു വാക്ക്, ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞത് തമാശക്കായിരിക്കും, യാ റസൂലല്ലാഹ്, ഈ പനി എന്നെയും കൊണ്ടേ പോകൂ. ഈ പനി ഈ ശൈഖിനെ ഖബറിൽ എത്തിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മൾ പറയാറില്ലേ, ഈ പനി എന്നെ കൊണ്ടേ പോകൂ, ഈ അസുഖം എന്നെ കൊണ്ടേ പോകൂ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രായം ചെന്ന സഹാബി പറഞ്ഞു, നബിയെ, ഈ പനി എന്നെ ഖബറിൽ കൊണ്ടുപോകുന്ന പനിയാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച് പറഞ്ഞു, എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. ആ പനിയുടെ പേരിൽ ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വാക്ക് എപ്പോഴാണ് നമ്മൾ പറയുന്നത്, ആ വാക്ക് എപ്പോഴാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നതെന്ന് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്തെങ്കിലും പറയുന്നുവെങ്കിൽ ഖൈർ മാത്രം പറയട്ടെ, നല്ലത് മാത്രം പറയട്ടെ എന്ന് പറഞ്ഞത്. കാരണം ചില സമയങ്ങളുണ്ട് ദുആ ഇജാബത്തുള്ള സമയം. എന്നെ ശ്രമിക്കുന്ന സഹോദരിമാരുടെ ഉമ്മമാരുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം.
ചിലരൊക്കെ മക്കളെ പറയാറുണ്ട് ചില വാക്കുകൾ, നീ കുരുത്തം കെട്ടവനാണെങ്കിൽ ഒരിക്കലും നന്നാവൂല എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ നീ അങ്ങനെ ആകട്ടെ എന്ന് പറയാറുണ്ട്. ഈ ഒരു വാക്കു മതി ജീവിതത്തിൽ നിങ്ങളുടെ മക്കൾ പിഴച്ചു പോകാൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പറയുന്ന ആ സമയം ആ വാക്കങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വാക്ക് അപകടത്തിന്റെ വാക്കായി മാറും. ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫൽയഖുൽ ഖൈറ, നല്ലത് മാത്രം പറഞ്ഞുകൊള്ളട്ടെ എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു അറാബിയായ മനുഷ്യനാണ് തോന്നുന്നു, നബിയെ, ഞാൻ എന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്റെ ഭാര്യയോടൊപ്പം ഞാനൊരു മനുഷ്യനെ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ഒരു സംശയമാണ്, അങ്ങനെ കണ്ടിട്ടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഞാനൊരു അവസ്ഥ കണ്ടാൽ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മനുഷ്യന്റെ ചോദ്യത്തിനെ വളരെ വെറുപ്പോടുകൂടിയാണ് കണ്ടത്. കാരണം നബി തങ്ങൾ മറുപടി പറഞ്ഞില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിക്കാൻ പാടില്ല. നബി തങ്ങൾ മൗനം പാലിച്ചു. നബി തങ്ങൾക്ക് ഈ മനുഷ്യന്റെ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നി. പക്ഷെ എന്താണ് സംഭവിച്ചത്? ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ മനുഷ്യൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അങ്ങനെ തന്നെ ആ വീട്ടിൽ കാണാൻ കഴിഞ്ഞു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഓരോ വാക്കും വളരെ അധികം സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖയുടെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ പറഞ്ഞുപോയി, എനിക്കിതിനേക്കാൾ നല്ലത് ജയിലാണ് എന്ന്. യൂസുഫ് നബി നിസാരക്കാരനല്ലല്ലോ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. എല്ലാവിധ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ അല്ലാഹു നൽകി. ഈജിപ്തിന്റെ ചെങ്കോല് കയ്യിൽ കൊടുത്തു. സർവാധികാരം അല്ലാഹു തആല നൽകിയപ്പോഴും പാതിരാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള യൂസുഫ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, ഒരു നാൾ എനിക്ക് മരണം നീ നിശ്ചയിക്കുമ്പോൾ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. മുസ്ലിമായി മരിപ്പിച്ചാലും പോരാ, നാളെ മഹ്ശറ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും അവരുടെ അനുയായികളുമാകുന്ന കോടിക്കണക്കിന് ആളുകൾ സൂര്യൻ ഒരു ചാൺ ഉയരത്തിൽ ഉദിച്ചു നിൽക്കുന്ന ചെമ്പ് തറയാകുന്ന മഹ്ശറ പഴുത്ത് കിടക്കുന്ന ചെമ്പ് തറയിൽ മുഴുവനും ഒരുമിച്ച് കൂടപ്പെടുന്ന ഒരു ദിവസമുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം അതാണ് പറഞ്ഞത്, തവഫനി മുസ്ലിമായി, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം. പോരാ, മുസ്ലിമായിട്ട് മരിപ്പിച്ചാൽ മാത്രം പോരാ, വഅൽഹഖനി ബിസ്സാലിഹീൻ. നാളെ മഹ്ശറയിൽ നീ എന്നെ ഒരുമിച്ച് കൂടുമ്പോൾ ഏതെങ്കിലും കള്ളന്മാരുടെയോ കൊള്ളക്കാരുടെയോ മദ്യപാനികളുടെയോ വ്യഭിചാരികളുടെയോ പലിശക്കാരുടെയോ കൂട്ടത്തിൽ എന്നെ കാണരുത്. നാളെ സജ്ജനങ്ങൾക്ക് വേണ്ടി, നിന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി നീ സംവിധാനിച്ചിരിക്കുന്ന മഹ്ശറയുടെ ആ സ്ഥലമുണ്ടല്ലോ, അവിടെ എന്നെ നീ ഒരുമിച്ച് കൂട്ടണം. ഇവിടെ നമ്മളെല്ലാം ചെയ്ത് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ട് നാളെ മഹ്ശറയിൽ ഏതെങ്കിലും ഒരു കുറ്റവാളിയുടെ കൂട്ടത്തിൽ നമ്മൾ അവിടെ ഒരുമിച്ച് കൂടേണ്ടി വന്നാലുള്ള നാണക്കേടൊന്ന് ചിന്തിച്ചു നോക്കൂ. കുറ്റവാളികളെ വേർതിരിഞ്ഞു നിൽക്കൂ എന്ന പടച്ച തമ്പുരാന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. സൂറത്ത് യാസീൻ നമ്മൾ ഓതുന്നതാണ്. ആ കുറ്റവാളികളുടെ കൂട്ടത്തിൽ എങ്ങാനും നമ്മെ കണ്ടുപോയാൽ അവിടെയാണ് ഈ രണ്ട് പ്രാർത്ഥനകളുടെ പ്രസക്തി. യൂസുഫ് നബി അലൈഹിസ്സലാം നിരന്തരം പ്രാർത്ഥിച്ചു, തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്സാലിഹീൻ. പ്രിയമുള്ള സഹോദരൻ, ഞങ്ങൾ പറഞ്ഞു വന്നത് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവിനോട് ദുആ ചെയ്യാമായിരുന്നു. സുലൈഖയുടെ ഈ ശല്യത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ദുആ ചെയ്യാമായിരുന്നു. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു പോയത്, ഞാൻ ഇതിനേക്കാൾ കൂടുതൽ ജയിലാണ് ഇഷ്ടപ്പെടുന്നത്. അല്ലാഹു അത് സ്വീകരിച്ചു. ആ വാക്കങ്ങ് സ്വീകരിച്ചു. വർഷങ്ങളോളം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷെ എല്ലാം ഇതിലൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്. ഇവിടെയാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറ. നല്ലത് മാത്രം പറയണം.
ഓരോ വാക്കും നാവിൽ നിന്ന് വീഴുമ്പോൾ ഇത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ, പൊരുത്തപ്പെട്ടതാണോ, ഇതിൽ കളവുണ്ടോ, ഇതിൽ മോശത്തരമുണ്ടോ, ഈ ഒരു വാക്കിന്റെ പേരിൽ എന്റെ ദുനിയാവെനിക്ക് നഷ്ടപ്പെടും, പരലോകം നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലർബുൽ ലിസാനി അശദ്ദു മിൻ ലർബിസ് സിനാൻ. കുന്തൻ കൊണ്ടൊരു മനുഷ്യനെ കുത്തി മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ ശക്തമാണ് നാവ് കൊണ്ടുള്ള മുറിവേൽപ്പിക്കൽ എന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഇന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയോ ശക്തമായ വാക്കുകളാണിത്. ഒരു മനുഷ്യനെ നാവ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് കുന്തൻ കൊണ്ടല്ലെങ്കിൽ പല്ലുകൾ കൊണ്ടവനെ കടിച്ച് മുറിവേൽപ്പിക്കുന്നതിനേക്കാൾ എത്രയോ കഠിനമാണ് ഒരു മനുഷ്യനെ നാവ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നത്. നാവ് കൊണ്ടുള്ള നമ്മൾ മുറിവേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുക എന്നത് ഒരിക്കലും നമുക്കത് മാറ്റാൻ കഴിയില്ല. മരണം വരെയും അവന്റെ മനസ്സിൽ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കും. എന്നെ ഇന്നയാൾ ഇന്നത് പറഞ്ഞല്ലോ, എന്നെ ഈ രീതിയിൽ എന്നെ അപമാനിച്ചല്ലോ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശരീരത്തിനുണ്ടാകുന്ന മുറിവ് ഒരുപക്ഷെ ആ മുറിവ് ഉണങ്ങുന്നതോടുകൂടി ആ മനസ്സിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയാസവും മാറിപ്പോകും. നാവ് കൊണ്ടുള്ള മുറിവ് ജീവിതത്തിൽ മാറുന്നില്ല. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കണം. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞില്ലേ, മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞില്ലേ, മുആദ് റളിയല്ലാഹു നമുക്കറിയാം, നമ്മുടെ ബുഖാരി മജ്ലിസ് തുടക്കത്തിന്റെ ദിവസം ബഹുമാന്യരായ ഹസ്രത്ത് അവർ മുആദ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് നമ്മോട് പഠിപ്പിച്ചു തന്നു. ഇമാമത്തിന് എന്ന സന്ദർഭം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ട ഒരു സഹാബിയാണ് മുആദ് റളിയല്ലാഹു അൻഹു. യമനിലേക്ക് ഒരു ഗവർണർ വേണമെന്ന് നിശ്ചയിക്കുമ്പോൾ പ്രവാചകന്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വന്ന സഹാബിയാണ് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു. ആ മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യന്റെ വാക്കുകളുടെ പേരിൽ നാളെ ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തപ്പെടുമോ എന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നാളെ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നത് ഇല്ലാ ഹസാഇദു അൽസിനതിഹിം, അവരുടെ നാവുകൾ പറഞ്ഞ വാക്കുകളുടെ പേരിലല്ലാതെ. ഒരു മനുഷ്യനെ നാളെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടുന്നത് അവന്റെ നാവ് കൊയ്തെടുത്ത അവൻ പറഞ്ഞ വാക്കുകളുടെ പേരിലായിരിക്കും. യഹൂദുവിൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെയുള്ള മജ്ലിസുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകണം. ഒരാത്മീയമായ ബോധം നമുക്കുണ്ടാകുവാൻ, ഈ ദുനിയാവിനപ്പുറം അനന്തമായ ഒരു പരലോകത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകുവാൻ. فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية. നന്മയുടെ തട്ടിനാണ് ഭാരമുണ്ടാകുന്നത്. ആ മനുഷ്യനിക്കാണ് സന്തോഷകരമായ, ആനന്ദകരമായ, തൃപ്തികരമായ ജീവിതം എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ചിന്താ മണ്ഡലത്തിലേക്ക് ഓടിവരേണ്ടതാണ്, നാളെ എന്റെ നന്മയുടെ തട്ടിന് ഭാരമുണ്ടാകുമോ? ആ നന്മയുടെ തട്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും തൂക്കപ്പെടുമ്പോൾ ഫഅമ്മാമൻ സഖലത മവാസീനുഹു എന്ന് പറയുന്ന കൂട്ടരിൽ ഉൾപ്പെടാൻ എനിക്ക് സാധിക്കുമോ എന്നുള്ള ചിന്തകൾ ഉണ്ടാകേണ്ട ഒരു മജ്ലിസായി മജ്ലിസിനെ നമുക്ക് മാറ്റാൻ കഴിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര ബന്ധങ്ങളാണ് നാവിന്റെ വാക്കുകൾ കൊണ്ട് തകർന്നടിഞ്ഞു പോയത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള എത്രയോ ബന്ധങ്ങളാണ് ചെറിയ വാക്കുകൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള നിസ്സാരമായ വാക്കുകൾ കൊണ്ട് എത്രയോ കുടുംബ ജീവിതമാണ് തകർത്ത് തരിപ്പണമായി പോയിരിക്കുന്നത്. മക്കളും മാതാപിതാക്കളും, മാതാപിതാക്കളും മക്കളും, കുടുംബക്കാരും ഭാര്യയും ഭർത്താവും, ഭർത്താവും ഭാര്യയും, അയൽക്കാരും, ഇന്ന് വേണ്ട സഹോദരങ്ങളും സുഹൃത്തുക്കളും അടക്കം എത്രയോ ആത്മീയമായ ബന്ധങ്ങൾ പളുങ്കു കൊട്ടാരം പോലെ ഭൂമിയുടെ മുകളിൽ പടുത്തുയർത്തപ്പെടേണ്ടുന്ന ഏറ്റവും ഉന്നതമായ ബന്ധങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു പോയതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ അവിടെയൊക്കെയും ചിലപ്പോൾ ഒരാളിന്റെ നാവിൽ നിന്നും വീണുപോയ ചെറിയൊരു വാക്കിന്റെ പേരിലായിരിക്കാം. ഇവിടെയാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത് ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ചെറിയ കാര്യമാണോ? ഒരു മനുഷ്യന് നമസ്കാരം നിർബന്ധമാണ്. ആ നമസ്കാരം ഒരാൾ നിർവഹിച്ചില്ല എങ്കിൽ അവൻ യഥാർത്ഥ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നില്ല, യഥാർത്ഥ മുഅ്മിനല്ല എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. യഥാർത്ഥ മുഅ്മിൻ എന്ന് അവൻ
മുഅ്മിനല്ലാതാകുന്നില്ല. പക്ഷേ ഒരാൾ അവന്റെ നാവ് കൊണ്ട് എനിക്ക് നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞു പോയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി, ആഖിബത്ത് മോശമായി ചത്തുപോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് നോക്കൂ നിങ്ങൾ, പ്രവൃത്തിയേക്കാൾ അപകടകരമാണ് ചിലപ്പോൾ വാക്കുകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. അപകടകരമായ ചില വാക്കുകൾ ജീവിതത്തിൽ, അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്നതാണ് നമ്മുടെ ഓരോ വാക്കുകളും. അല്ലാഹു സൂറത്തുൽ ഖാഫിലൂടെ പറഞ്ഞ സ്ഥലത്ത് എന്താണ് പറയുന്നത്? മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എന്നിട്ട് അല്ലാഹു ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ട്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ്. വാക്ക് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നും അത് മലക്കുകൾ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തൊട്ടു പിറകെ പറയുന്നത്, മരണം എന്ന് പറയുന്ന ഒരു ദിനം നിനക്ക് വരാനുണ്ട്. വജാഅത് സക്റത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന അതെത്തുക തന്നെ ചെയ്യും. ദാലിക മാ കുന്ത മിൻഹു തഹീദ്, അതൊരു പക്ഷേ നീ മറന്നു കളയുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു കളയുന്ന ഒന്നായിരിക്കാം, അത് തീർച്ചയായിട്ടും എത്തുക തന്നെ ചെയ്യും. ആലോചിച്ചു നോക്കൂ, ഞാനും നിങ്ങളും അഭിമുഖീകരിക്കേണ്ട വലിയ ഒരു കടമ്പയാണ് സക്റത്തുൽ മൗത്ത്. ഈ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എല്ലാവരും, ഈ ലോകം മുഴുവനും മതമുള്ളവരും ഇല്ലാത്തവരും വിശ്വാസിയും അവിശ്വാസിയും സകല ആളുകളും ലിംഗഭേദമില്ലാതെ ജാതി മത വ്യത്യാസമില്ലാതെ സകലരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്ന ഒന്ന്. പക്ഷേ അതെപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് ആർക്കും അറിയില്ല. എല്ലാവർക്കും അറിയാൻ പറഞ്ഞ ബഹുമാന്യനായ ഹസ്രത്ത് തങ്ങൾ നമ്മെ സൂചിപ്പിച്ചതാണ് ഇതിന്റെ ആദ്യത്തിൽ, അല്ലേ? വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സക്റത്തുൽ മൗത്ത് ഒരു 5 മിനിറ്റ് കൊടുക്കാൻ. സക്റത്തുൽ മൗത്ത് ഹക്കാണ്, അത് വരിക തന്നെ ചെയ്യും, അത് യാഥാർത്ഥ്യമാണ്. ഞാനും നിങ്ങളും എല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒന്നാണ്. ഇവിടെയാണ് വാക്കിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സുന്ദരമായ നിലയിൽ, വളരെ ലളിതമായ നിലയിൽ അള്ളാഹു പിടിച്ചെടുത്തിട്ടുള്ളത്. പക്ഷെ ആ പ്രവാചകൻ പോലും മരണസന്ദർഭത്തിൽ തൊട്ടടുത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, പൊന്നുമകളെ, ഇന്നൽ മൗതില സക്റാത്ത്, മരണത്തിന് വേദനയുണ്ടെന്ന് പറഞ്ഞു. ആ നബിതങ്ങൾ പോലും വേദന ഉണ്ട് എന്ന് പറയുക മാത്രമല്ല, തൊട്ടടുത്തിരുന്ന തോൽപാത്രത്തിലേക്ക് കൈയിട്ടിട്ട് മുസ്ലിം തങ്ങൾ മുഖം തടകുമായിരുന്നു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും വേദന ഉണ്ടായിരുന്നു. അപ്പോൾ പാപികളായ, ബലഹീനരായ, സാധുക്കളായ, അമലുകൾ കുറഞ്ഞ, ഈമാൻ കുറഞ്ഞ, ഇഖ്ലാസും തഖ്വയും കുറഞ്ഞ നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സൂർ എന്ന കാഹളം മുഴങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. സൂർ എന്ന കാഹളം മുഴങ്ങുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മളൊക്കെ പറയുന്ന ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത്, ഓരോ മനുഷ്യരും നാളെ മഹ്ശറിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ, തെളിക്കപ്പെടുമ്പോൾ രണ്ടാളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ഒന്ന് സാക്ഷി പറയുന്നയാളും ഒന്നവനെ തെളിച്ചു കൊണ്ടുപോകുന്നയാളും. നിഷേധിക്കാൻ കഴിയൂല ചെയ്തു പോയ കാര്യങ്ങളും പറഞ്ഞ വാക്കുകളും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ കഴിയൂല. ആ മലക്ക് തെളിച്ചു കൊണ്ടുപോകുന്നിടത്തേക്ക് മാത്രമേ പോകാൻ കഴിയൂ. സാക്ഷി പറയുന്നയാളും തെളിച്ചു കൊണ്ടുപോകുന്നയാളും. എത്ര മനോഹരമായ, മനുഷ്യന്റെ മനസ്സിന് ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകേണ്ട ആയത്തുകളാണ് അള്ളാഹു അതിലൂടെ നമുക്ക് വിവരിച്ചത്. ഞാൻ സമയമില്ലാത്തതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങൾ, അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെയുള്ള മജ്‌ലിസുകളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകാൻ ഒരു കാരണമായി തീരണം. മാറ്റം ഉണ്ടാകാൻ കഴിയുന്നത് നമുക്കേ പറ്റൂ. മനുഷ്യന് മാത്രമേ മാറാൻ കഴിയൂ.
10 ലക്ഷത്തിലധികം വർഷമായി ആന എന്ന് പറയുന്ന ഒരു ജീവി ഇവിടെ ഉണ്ടായിട്ടെന്ന് പറയുന്നു, ശാസ്ത്രം പഠിച്ചിരിക്കുന്നു. പക്ഷെ ആന അന്നുള്ള ആന തന്നെയാണ് ഇന്നും. ആനയ്ക്ക് എത്ര ലക്ഷം വർഷമായാലും ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ആനയ്ക്ക് മാറാൻ കഴിയൂല. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കാക്ക കൂട് വെച്ചത് മരത്തിന്റെ മുകളിലാണ്. അതേ കൂട് തന്നെയാണ് ഇന്നും കാക്ക വെക്കുന്നത്. കാക്കയ്ക്ക് മാറാൻ കഴിയൂല. ഒരു സൃഷ്ടിക്കും ഇവിടെ മാറാൻ കഴിയില്ല. മാറാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണ്. മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ മനുഷ്യനുമല്ല. നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, മാറാൻ കഴിയണം. ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് ഇതുപോലെയുള്ള മജ്‌ലിസുകൾ വലിയൊരു കാരണമാകണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ, നമ്മുടെ തെക്കൻ കേരളത്തിലെ നമ്മുടെ ഏറ്റവും വലിയ അഭിമാനവും നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രതീക്ഷയുമാണ് ഈ ബുഖാരി മജ്‌ലിസ് എന്ന് പറയുന്നത്. എത്രയോ വലിയ അനുഭവങ്ങൾ, എത്രയോ ആളുകൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഇവിടെ വന്നു ചേരാൻ, ഇത് കേൾക്കുവാൻ, ഈ ദുആയിൽ പങ്കെടുക്കുവാൻ, നമ്മുടെ ബഹുമാന്യരായ ഹസ്രത്ത് അവരുടെ മഹനീയമായ സാന്നിധ്യം ചെറിയ കാര്യമാണോ? എത്രയോ ആളുകളാണ് ബഹുമാനപ്പെട്ട ഹസ്രത്ത് അവരുടെ ദുആക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എത്ര ആളുകളാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ എല്ലാ ദിവസവും ഇവിടെ വന്നു ചേരാൻ കഴിയില്ല. പക്ഷെ ഇതിന്റെ തൊട്ടടുത്തുള്ള ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഈ അസർ കഴിഞ്ഞുള്ള ഈ സമയത്ത് ഇവിടെ വന്ന് ഈ നിശബ്ദമായ, ഈ അനുഗ്രഹീതമായ, ഈ മുബാറക്കായ മജ്‌ലിസിൽ ഒരു അല്പസമയം ഇരിക്കുവാനും, ഇവിടെ നടക്കുന്ന വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഈ സ്വഹീഹുൽ ബുഖാരി പാരായണത്തിൽ പങ്കാളികളാകാനും, മഹാന്മാരായ ഗുരുവര്യന്മാരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഈ മജ്‌ലിസിൽ നിങ്ങൾക്കും സാന്നിധ്യം ഉറപ്പിക്കുവാനും ആ ദുആയിൽ പങ്കാളിയാകാനും സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. എല്ലാ ദിവസവും ഇതിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. സർവശക്തനായ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെയും ഈ മജ്‌ലിസിൽ ഇവിടെ നിലനിർത്തുമാറാകട്ടെ. ബഹുമാന്യരായ പണ്ഡിത വരേണ്യരായ ബഹുമാന്യരായ ഗുരുവര്യന്മാർ, അസാതീദ്, എല്ലാവർക്കും അല്ലാഹു നമുക്കും അവർക്കുമൊക്കെയും അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ ഖിദ്മത്തിലായി ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൺമറഞ്ഞു പോയ, വഫാത്തായി പോയ മുൻഗാമികളായ നമ്മുടെ പ്രിയങ്കരനായ അസാതീദുമാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെയും അവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസ് അനന്തരമെടുക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ 100 പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മളിൽ പല ആളുകൾക്കുമുണ്ട്. പ്രിയമുള്ളവരെ, ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റി ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ വിനീത വാക്കുകൾക്ക് വിരാമം. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. الفاتحة. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل على سيدنا محمد النبي الأمي الحبيب العادل القدر الذي من جاه وعلى آله وصحبه وسلم.
اللهم صل بلغنا مثل ثواب ما قرأناه من القرآن العظيم وما عملناه في هذا المجلس السري مقبولة إلى حضرة النبي المصطفى محمد صلى الله عليه وسلم. اللهم وارزق أهلنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا وإياهم رؤيته وأوجدنا وإياهم حوضه المورود وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين عليهم الصلاة والسلام وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات الصلاة المدرجين والمهدجين رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرات جميع الصحابة كلهم رضوان الله تعالى عن كل واحد منهم أجمعين وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وإلى حضرات مشايخنا الكرام وأساتذتنا الكرام يا أرحم الراحمين خاصة إلى روح أستاذنا شيخ الحديث بجامعة المنانية بيارة حضرة قدس الله سره العزيز وإلى حضرات سائر علمائنا ومشايخنا وعلماء أهل السنة والجماعة وإلى حضرات أساتذتنا الذين خدموا بهذه الجامعة أنباطا يا أرحم الراحمين. اللهم اغفر ذنوبنا وذنوبهم كلها يا غافر المذنبين. اللهم ارفع درجتهم. اللهم اجعل ثواب قراءتنا فداء لنا بلغهم من النار وفكاكا لنا بلغهم من النار ومونسا لنا بلغهم بالقبر. اللهم اجعل ثواب قراءتنا وثواب الصدقات التي في هذا المجلس وثواب سائر أعمالنا زيادة في مرتفع مراتبهم العلية يا أرحم الراحمين. اللهم اجعل قبورنا وقبورهم وقبره روضا من رياض الجنان ولا تجعل قبورنا ولا قبورهم ولا قبره حفرا من حفر النيران. اللهم انس بخشتهم وآمن روعتهم ونفس قربتهم ونبر محلتهم وارفع درجتهم وكلنا لهم ولجنوبنا وبهم حفيا. اللهم اجمع بيننا وبينهم في دار جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم بحقوقهم انفعنا بانفعه من تعلم منا بعلومهم يا أرحم الراحمين. اللهم اجعلنا وإياهم من عبادك الصالحين. اللهم ارفع درجتهم في الجنة يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعلنا من تعلم منا واجعلنا من عبادك الصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.